ഇത് ഏതാ ഫോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മിക്ക ആളുകളും പെട്ടെന്ന് ഉത്തരം പറയും ഇത് നമ്മുടെ റെഡ്മി നോട്ട് 8 അല്ലേ. പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നത് റെഡ്മി നോട്ട് 8 2021 എഡീഷനാണ്. ഈ 2021 എഡീഷനിൽ എന്താണ് ഇത്ര പ്രത്യേകമായിട്ടുള്ളത്? അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ നാട്ടിൽ നല്ലൊരു ടെക് കമ്മ്യൂണിറ്റി ഉള്ളതിൻ്റെ പ്രയോജനം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്സ് ടെക് എഡു. ഒറിജിനൽ റെഡ്മി നോട്ട് 8 ഒരു വൻ വിജയമായിരുന്നു. ആ ഫോൺ ഇറങ്ങിയ സമയത്തുള്ള മറ്റേത് കോമ്പറ്റീഷനേക്കാളും 1-2 സ്റ്റെപ്പ് മുന്നിൽ നിന്നൊരു ഫോണായിരുന്നു. ഡിസ്പ്ലേയുടെയും ക്യാമറയുടെയും കാര്യത്തിൽ വേറെ ഒരു രീതിയിലുള്ള കോമ്പറ്റീഷനും ആ ഡിവൈസിന് ഉണ്ടായിരുന്നില്ല. ഒറിജിനൽ റെഡ്മി നോട്ട് 8 ഉണ്ടായിരുന്ന പല നല്ല സംഗതികളും ഈ 2021 എഡീഷനിലും അതുപോലെ തന്നെയുണ്ട്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ് ഫിനിഷും അതുപോലെ തന്നെ നടുക്കുള്ള ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ഫ്രെയിമും ക്യാമറയുടെ റെസൊല്യൂഷനും ഡിസ്പ്ലേ സൈസും ഒക്കെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാറ്റം വന്നിരിക്കുന്നത് ബോക്സിനുള്ളിൽ വരുന്ന ചാർജറും അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റുമാണ്. ചാർജർ 22.5 വോട്ട് ആയിട്ടുണ്ട്. ഉപയോഗിച്ചിരിക്കുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 665 നിന്നും മാറി ഇപ്പോൾ മീഡിയടെക് G85 ആണ്. ഈ ചാർജറിൻ്റെ കപ്പാസിറ്റിയും അതുപോലെ തന്നെ ചിപ്സെറ്റും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എവിടെയെങ്കിലും കത്തിയിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ റെഡ്മി നോട്ട് 9ൻ്റെ കീ സ്പെക്കുകളായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ റെഡ്മി നോട്ട് 9ഉം അതിനു മുമ്പേ ഇറങ്ങിയ ഒറിജിനൽ റെഡ്മി നോട്ട് 8ൻ്റെയും ഒരു മിക്സാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ 2021 വേർഷൻ. ഈ ഡിവൈസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ചില ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങളിലുമാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു ഡിവൈസ് ഇറങ്ങുന്നതിനെക്കുറിച്ച് ഒന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നല്ലൊരു ടെക് കമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും റെഡ്മിക്കിട്ട് ആവശ്യത്തിന് കൊടുക്കും. റിവ്യൂസ് ആയിക്കോട്ടെ, ബ്ലോഗുകളായിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളായിക്കോട്ടെ, എല്ലാവരും വന്ന് പൊങ്കാലയിടും എന്നുള്ള കാര്യം റെഡ്മിക്കും അറിയാം. എന്തായാലും ഇതുപോലെ ഒരു പൊടിക്കൈ നമ്മുടെ നാട്ടിൽ റെഡ്മി ട്രൈ ചെയ്യാൻ വളരെ സാധ്യത കുറവാണ്. ഇപ്പോൾ UAEയിൽ ഇത് 500 മുതൽ 550 ദിറംസ് വരെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്രൈസ് റേഞ്ചാണ്. അതുപോലെ തന്നെ ഇവിടെ ടെക് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പക്ഷേ അവരൊക്കെ ടോപ്പ് ബ്രാൻഡഡ് ആയിട്ടുള്ള ടോപ്പ് പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ മാത്രമാണ് പൊതുവേ സംസാരിക്കാറ്. ഈ ഒരു ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഫോണുകളെക്കുറിച്ചൊന്നും വലിയ ചർച്ചകൾ ഇവിടുത്തെ ഗൾഫ് മാർക്കറ്റിലോ അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിലോ ഒന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും റെഡ്മി വളരെ കംഫോർട്ടബിളായിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ ലോഞ്ച് ചെയ്യുകയും യൂറോപ്പിൽ ലോഞ്ച് ചെയ്യുകയും ചെയ്തത്. എന്തായാലും ഇങ്ങനെ ഉള്ളൊരു പൊടിക്കൈയുമായിട്ട് ഇന്ത്യയിലോട്ട് വരാൻ വളരെ സാധ്യത കുറവാണ്. പക്ഷേ ഈ ഡിവൈസ് മോശമല്ല കേട്ടോ. ഇപ്പോൾ UAEയിലുള്ള ചങ്ങാതിമാരോട് ഇങ്ങനൊരു പ്രൊഡക്റ്റ് എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ കഴിയുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. അങ്ങനെ പറയാനും കാരണമുണ്ട്. ഈ ഡിവൈസ് വരുന്ന ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ മറ്റനേകം കോമ്പറ്റീഷനുകളും ഉണ്ട്. OnePlusൻ്റെ സൈഡിൽ നിന്നുള്ള കോമ്പറ്റീഷൻ ഉണ്ട്, നോക്കിയയുടെ സൈഡിൽ നിന്നുണ്ട്, ഓപ്പോ, വിവോ, അങ്ങനെ ഒത്തിരിയേറെ മാനുഫാക്ചേഴ്സ് നല്ല കോമ്പീറ്റിംഗ് ആയിട്ടുള്ള ഡിവൈസ് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ റെഡ്മി ചെയ്തൊരു വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊതുവേ ഓഫ്ലൈൻ മാർക്കറ്റിലൂടെയാണ് ഇത് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലുലു ഇലക്ട്രോണിക്സ് ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ 500-550 ദിറംസ് എന്ന് പറഞ്ഞ് അപ്പം തന്നെ എടുത്ത് റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ ഒന്നായിരിക്കും ഈ റെഡ്മി നോട്ട് 8 2021. അപ്പോൾ ഓഫ്ലൈൻ മാർക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാൻ നോക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഈ ഡിവൈസ് നന്നായിട്ട് സ്യൂട്ടാവും. അങ്ങനെ പറയാനുള്ള 2-3 കാരണങ്ങളുണ്ട്. വളരെ ഷോർട്ടായിട്ട് ഇത്രയേ ഉള്ളൂ. നല്ല ബിൽഡ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറാസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. 48 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയുണ്ട്, 8 മെഗാ പിക്സൽ സെക്കൻഡറി ക്യാമറ, 2 മെഗാ പിക്സൽ വീതമുള്ള ഓക്സിലറി സെൻസേഴ്സും ഉണ്ട്. ഇനി 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഉണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ക്രീൻ സൂപ്പർബാണ്. G85 എന്ന് പറയുന്ന ചിപ്സെറ്റും നമ്മൾ നേരത്തെ റെഡ്മി നോട്ട് 9ലും അതുപോലെ തന്നെ മറ്റ് റിയൽമി ഡിവൈസുകളിലും കണ്ടതാണ്. നല്ലൊരു ചിപ്സെറ്റാണ്. അത്യാവശ്യം നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ലഭിക്കും. ഇപ്പം ഞാൻ ഉപയോഗിച്ച ടൈമിലും നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് ഡിവൈസ് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഓവറോൾ എനിക്ക് പോസിറ്റീവേ പറയാനുള്ളൂ. പക്ഷേ നിങ്ങളിത് ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രമല്ല ഓൺലൈൻ മാർക്കറ്റും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് മേടിക്കാനിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നോക്കിയയുടെ സൈഡിൽ നിന്നുള്ള ഓഫറിങ്ങുകൾ കൺസിഡർ ചെയ്യുക. കാരണം നല്ല വാല്യൂ ഫോർ മണിയാണ്. ഇന്ത്യയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ചങ്ങായിമാരോട് ഈ 550 ദിറംസ് എന്നൊക്കെ പറഞ്ഞാൽ 10,000 മുതൽ 11,000 ഇടയിലായിരിക്കും പ്രൈസ് നിൽക്കുക. പൊതുവെ 10,000 രൂപയ്ക്കൊക്കെയാണ് ഈ ഡിവൈസ് വിറ്റുകൊണ്ടിരിക്കുന്നത്. പിന്നെ നോക്കിയയുടെ ഒക്കെ ആണെങ്കിൽ 8,000 മുതൽ 10,000 പ്രൈസ് ടാഗ്. ഇപ്പം നിങ്ങൾ ചില ചോദിക്കുന്നുണ്ടാവും ഇതെന്ത് പരിപാടി ചെയ്ത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ വരുവാണെങ്കിൽ ഇതിനേക്കാളും വില ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ 18% GST, ഇവിടെ 5% ഉള്ളൂ ടാക്സ്. സോ അതും അതുപോലെ തന്നെ മറ്റനേകം ഫാക്ടേഴ്സും ഉണ്ട്. വാട്ടെവർ ഇവിടുന്ന് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് ഓഫ്ലൈനിൽ നിന്ന് അടിപൊളി പ്രൊഡക്റ്റാണ്. ഓൺലൈനിൽ നിന്ന് നോക്കിയ ഒക്കെ കൺസിഡർ ചെയ്യുക. ഈ ഡിവൈസിനും വലിയ കുഴപ്പമില്ലാത്ത ക്യാമറാസ് ഉണ്ട്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ ഒരു സെപ്പറേറ്റ് ക്യാമറ റിവ്യൂ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ UAEയിലുള്ള ചങ്കുകളെല്ലാവരും താഴെ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി. ഓക്കെ,
ഇനി നാട്ടിലുള്ളവരോട്, നമ്മുടെ നാട്ടിൽ പലരും ചിലപ്പോൾ നെറ്റൊക്കെ തീർക്കാൻ വേണ്ടി കാണുന്ന സംഗതിയാണ് ടെക് റിവ്യൂകൾ. അല്ലാത്ത ഒരു വലിയ പോപ്പുലേഷൻ ഉണ്ട് കേട്ടോ. അതായത് ടെക്കിനെക്കുറിച്ച് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ മലയാളത്തിലെ ആൻഡ്രോയിഡ് കമ്മ്യൂണിറ്റിയൊക്കെ വലിയ എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനൊരു നല്ലൊരു ടെക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ടെക്നോളജിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു നല്ലൊരു പോപ്പുലേഷൻ ഉള്ളതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റുകളിൽ ഒന്നാണിത്. ഇതുപോലുള്ള എന്താ പറയുക, പൊടിക്കൈകൾ കമ്പനികളൊന്നും നമ്മുടെ നാട്ടിൽ വന്ന് ചിലവാക്കില്ല. അതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ, ഇത് ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിച്ച് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂസൊക്കെ കണ്ട് അനലൈസ് ചെയ്ത് ഡിസിഷൻ എടുക്കുന്ന ഒരു പോപ്പുലേഷനാണ് നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ഉള്ളത്. അപ്പോൾ ഇങ്ങനെ നല്ല വെൽ അവെയർ ആയിട്ടുള്ള ഒരു പോപ്പുലേഷന് മാത്രമാണ് നല്ല കോമ്പറ്റീഷൻ മാർക്കറ്റിൽ കൊണ്ടുവരാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നല്ല പ്രൊഡക്റ്റുകൾ നമ്മുടെ കസ്റ്റമറിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ് പോയിൻറ്റിൽ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. സോ നിങ്ങൾക്ക് തന്നെയാണ് കൈയടി കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഇങ്ങനൊരു പ്രൊഡക്റ്റിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഫസ്റ്റ് ചിന്തിച്ചതാണ്, നമ്മുടെ നാട്ടിൽ ഈ പ്രൊഡക്റ്റ് ഇറങ്ങിയായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു, പൊങ്കാലയാകുമായിരുന്നു. ശരിക്കും എല്ലാവരും കയറി മെയ്യും. റെഡ്മി മാത്രമല്ല കേട്ടോ, മറ്റ് അനേകം മാനുഫാക്ചേഴ്സും ലോകത്തിൻ്റെ പല ഭാഗത്തും, ഇപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ നോക്കിയ ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയായിരുന്നു, ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഫോണുകൾ അവതരിപ്പിക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ള ആ ഒരു നല്ല കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിക്ക് കൈയടി കൊടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങളും ഞാനും എല്ലാം അടങ്ങുന്ന ആ കമ്മ്യൂണിറ്റി കാരണമാണ് നല്ല ഒരു കോമ്പറ്റീഷൻ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലുള്ളത്. വെൽ അവെയർ ആയിട്ടുള്ള കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വന്നിട്ട് ചെപ്പടി വിദ്യകളൊന്നും പൊതുവേ കമ്പനികൾ ഇറക്കാറില്ല. ഇറക്കിക്കഴിഞ്ഞാലും സംഭവം പൊട്ടി പാളീസാവുമെന്നറിയാം. സോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയയും കൂടെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം UAEയിലുള്ള സുഹൃത്തുക്കൾക്ക് ഞാനിവിടെ ഉണ്ട്. അപ്പം കൂടുതൽ ഇവിടുത്തെ ഡിവൈസുകളും കൂടെ കവർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കും. നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഈ ഷോർട്ട് വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദി. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് നൗ.